ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രം എടുത്ത് വയ്ക്കുക. പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തയ്ക്ക, 5-6 പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് ഏത്തയ്ക്ക നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത ഏത്തയ്ക്കയിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അരച്ച പാത്രം നമുക്ക് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതുകൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാകാനായിട്ടൊന്ന് വയ്ക്കുക. അങ്ങനെ നമ്മുടെ അരപ്പ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അടിച്ച് വെച്ചേക്കുന്ന തൈരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വറതാളിക്കുന്നതിന് ആവശ്യമായിട്ടൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ വന്നിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. രണ്ടും നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ 2 തണ്ട് കറിവേപ്പില, ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിരിഞ്ഞത്, 3 വറ്റൽമുളക് ചെറുതായിരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രവും കൂടി അല്പം മോര് ഒഴിച്ച് നമുക്കൊന്ന് തൂത്ത് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക മോര് കറി ഇവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക.